ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇപ്പം നമ്മൾ പോകുന്നത് ഷിരഡിയിലൂടെയാണ്. ഷിരഡി എന്ന് പറയുന്നത് അറിയാമല്ലോ, സായിബാബ അമ്പലം, അതായത് സായിബാബ ടെമ്പിൾ. അതാണ് സായിബാബയുടെ ഷിരഡി എന്നാണ്. ആ ഷിരഡിയാണിത്. ഇത് വളരെ എന്താ പറയുന്നത്, നമ്മുടെ ഒരു നാട്ടിൽ ശബരിമല പോലെ അതേപോലെ വളരെ പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഷിരഡി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ച് ഈ കോവിഡ് കാരണത്താൽ ലാസ്റ്റ് മന്ത് വരെ ഇത് കംപ്ലീറ്റ്ലി ബന്ധായിരുന്നു. ഇപ്പോഴാണ് ഷിരഡി ഓപ്പൺ ആയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്തു ഇവിടെ വരെ എത്തി. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഷിരഡി അമ്പലത്തിനകത്തേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് നമ്മളകത്തെ ഒരു കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഷിരഡി എന്ന് പറയുന്ന ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൽ മാത്രമുള്ള വീഡിയോസേ ഇപ്പോൾ ഇടാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ സൂറത്തിലേക്ക് തന്നെ പോവുകയാണ്. സൂറത്തിന് നമ്മൾ രാത്രിയിൽ തിരിച്ച് രാവിലെ ഇവിടെ എത്തി. അപ്പോൾ അതുകൊണ്ട് രാത്രിയിലത്തെ വീഡിയോസൊന്നും എടുത്തിട്ട് കാര്യമില്ല. അതേകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പകലാണ് പോകുന്നത്. അതുകൊണ്ട് പകൽ ഉള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ എല്ലാം ഉണ്ടെങ്കിലും വരും. അപ്പം ഓക്കെ. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ അങ്ങോട്ട് വേറിപ്പിക്കുന്നൊന്നുമില്ല. ഒരു 4 മിനിറ്റ് വെച്ചുള്ളൊരു വീഡിയോ കേട്ടോ. അതുകൊണ്ട് 3 പാർട്ടായിട്ടാണ് വരുന്നത്. കാരണം നമ്മളിങ്ങനെ ലോഡിങ് എന്താ പറയുന്നത്, എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശകലം ഒരു ലോഡ് കൂടുന്നതുകൊണ്ട് ഞാനൊരു ടൈമിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വളരെ സൂപ്പറായിട്ടുള്ള സ്ഥലമാണ് ഷിരഡി എന്ന് പറയുന്നത്. വളരെ മനോഹരമായുള്ള സ്ഥലമാണ്. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ നല്ല ആളുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാം നല്ല ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണത്തിൽ നല്ല ആളുകൾ. എല്ലായിടും നല്ല ആളുകളാണല്ലോ, ആളുകൾ നല്ലതാണല്ലോ, അങ്ങനെയാണല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ ഉള്ള പ്രത്യേക രീതിയിലുള്ള എന്താ പറയുന്നത്, നമ്മളെ ഒരു നല്ല റെസ്പെക്റ്റോടു കൂടി നല്ല ഇതായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മളിപ്പം മഹാരാഷ്ട്ര, ഗുജറാത്ത്, പിന്നെ അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് ആ ഭാഗത്തു നിന്ന് വരെ വണ്ടികളാണ് ഇവിടെ ഡയറക്റ്റ് വന്ന് ഇവിടെ ദർശനം നടത്താൻ വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തുനിന്ന് പുറത്ത് താമസിക്കുന്നവർക്ക് എല്ലാം എന്താ പറയുക, ഒരു ഇതുള്ളൊരു അമ്പലം കൂടിയാണ് സായിബാബ അമ്പലം എന്ന് പറയുന്നത്. അത് ഷിരഡിയിൽ എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും ഷിരഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിബാബ ജനിച്ചതും അതിൻ്റേതായുള്ള ആ സ്റ്റോറിയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇതായിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ പിന്നെ സായിബാബ ഉപയോഗിച്ച ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. പിന്നെ സായിബാബ താമസിച്ച വീട്, അങ്ങനെ എല്ലാം അതാ പറയുന്നത്. ഒരുപാട് നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് സായിബാബയുടെ വളരെ മനോഹരമായിട്ടുള്ള വളരെ എല്ലാം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വ്യക്തമായി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നൊന്ന് ദർശനം ചെയ്യുന്ന എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു പുണ്യം കിട്ടുന്ന ഒരിത് തന്നെയാണ്. അപ്പോൾ ഷിരഡി ഞങ്ങളിപ്പം കയറി രാവിലെ ആയിട്ടേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു 11:30 മണിയാണ്. ദർശനമൊക്കെ നടത്തി. പിന്നെ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. നമ്മളിപ്പം വിചാരിക്കുന്ന പോലൊന്നും അല്ല. നമ്മൾ രാവിലത്തെ ഏറ്റവും